എന്താണ് പഴഞ്ചൊല്ല്? നാളെ ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യ്. ഇപ്പൊ തന്നെ ചെയ്യ്. ഇപ്പൊ ഇരുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇരിക്കാൻ പോകുന്നത്? ദൈവമുള്ളത് സത്യമാണെങ്കിൽ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ പാടില്ല. നിൽക്ക്. വീർഗഡിന്റെ യഥാർത്ഥ അവകാശി വീർഗഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ സിംഹാസനത്തിലിരിക്കാനുള്ള യോഗ്യത അവന് മാത്രമാണുള്ളത്. ഞാൻ വരാൻ ഒരുപക്ഷെ വൈകിട്ടുണ്ടാവാം. ചേട്ടന്റെ അനുഗ്രഹമുള്ളതുവരെ ഈ വീടിന് ഒരു ദോഷവും സംഭവിക്കില്ല. ശരൺ ചേട്ടാ, ഇത്ര നാളായിട്ട് അനിയത്തിയുടെ ഒരു ഓർമ്മ പോലും ഇല്ലായിരുന്നോ? എന്താ ഇത്ര നാളായിട്ട് എന്നെ കാണാൻ വരാത്തത്? ഏയ് ഒന്ന് നിൽക്ക്. മറ്റുള്ളവരെന്റെ കാല് വീഴുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ നിനക്ക് സുഖമല്ലേ? നിങ്ങളുടെ കാരണം കൊണ്ട് ഞാൻ നന്നായിരിക്കുന്നു. വാ ശരൺ ബണ്ണ. നിന്റെ കുടുംബം നിന്നെ കണ്ടതു മുതൽ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ്. പോയി അവരോട് സംസാരിക്കേ. കയ്യിൽ വന്നത് വായിലേക്ക് എത്തിക്കാൻ സമ്മതിച്ചില്ല നിങ്ങൾ റാണിയമ്മ. ഈ നടന്നതൊരിക്കലും മോഹിനി അങ്ങനെ അങ്ങ് സഹിക്കില്ല. എന്തൊക്കെയുണ്ട് ചേട്ടാ, സുഖമല്ലേ? നിറങ്ങൾ കൊണ്ട് കളിക്കുന്ന ശീലം ഇനിയും നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് എന്നെ വിട്ട് പെട്ടെന്ന് പോവോ സഹോദര? ഇന്നും ഞാൻ എന്റെ മനസ്സിലുള്ള വികാരങ്ങളെ നിറങ്ങളിലൂടെ ഞാൻ ക്യാൻവാസിലേക്ക് പാർത്തുകയല്ലേ. നിനക്കൊരു കാര്യം അറിയോ? നീ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ എന്റെ ജീവിതത്തിൽ വീണ്ടും നിറങ്ങൾ വന്നതുപോലെയുണ്ട്. ശരീരം കൊണ്ട് നമ്മൾ പിരിഞ്ഞിരിക്കാം, പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്തിരി നാള് കഴിഞ്ഞ് മോനെ, ഇതാണ് എന്റെ ഭാര്യ മോഹിനി. നമസ്കാരം ചേച്ചി. ചേച്ചി, ഈ വീട് വളരെ വലുതാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകാൻ തന്നെ നമുക്ക് വണ്ടി വേണം. നമസ്കാരം. റാണിയുടെ കടമകൾക്ക് മേൽ സ്നേഹം ഒന്ന് തിമിരം ബാധിച്ചിരിക്കുന്നു അല്ലേ? എനിക്ക് എന്റെ കടമകൾ മാത്രമല്ല, എന്റെ ചേട്ടന് ചെയ്തു കൊടുത്ത സത്യവും ഓർമ്മയുണ്ട്. ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ ആർക്കാണോ യോഗ്യതയുള്ളത് അവരെ മാത്രമേ ഇരുത്തൂ എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്.
പ്രജകളെ സ്വന്തം കുടുംബമായി കരുതുന്നവർ വേണം ഈ സിംഹാസനത്തിലിരിക്കാൻ. മദ്യലഹരിയിൽ പ്രജകളുടെ മേൽ വണ്ടി കയറ്റുന്നവൻ ഒരിക്കലും രാജാവാകാൻ പറ്റില്ല. രാജ് ഈ കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മഹാറാണി, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നേരെ നോക്കൂ. അവിടെ നിന്നിട്ടിരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവര് വീർഗരന്റെ മഹാറാണി മാത്രമല്ല, അമ്മയാണെന്നുള്ള കാര്യം മറന്നിരിക്കുകയാണ്. നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റ് മാത്രം നിങ്ങളെ കണ്ണിന് കാണുന്നുണ്ടല്ലോ, പക്ഷെ ശരൺ ചേട്ടൻ ചെയ്ത തെറ്റ് നിങ്ങൾ മറന്നുപോയോ? ശരിയല്ലേ? നീ പറഞ്ഞത് ശരിയാണ് രൂപ്. ഞാനൊരു അമ്മയാകുന്നതിന് മുൻപ് തന്നെ മഹാറാണിയാണ്, വീർഗഡിന്റെ മഹാറാണി. തന്റെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കാതെ നോക്കുന്നതാണ് ഒരമ്മയുടെ കടമ. ഞാൻ ചെയ്തതെല്ലാം തന്നെ വീർഗഡിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ മഹാറാണി, നിങ്ങൾ മതി, നിർത്ത്. നീ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. ഇനിയും എത്ര പേരുടെ ദേഷ്യം ഇങ്ങനെ സമ്പാദിക്കും? ശരി, ഞാൻ സമ്മതിക്കുന്നു. ശരണിനോടും അവന്റെ ഭാര്യയോടും അവന്റെ മകനോടും ക്ഷമിച്ച് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. പക്ഷെ അവന്റെ മകൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്റെ 2 കുട്ടികളുടെ ജീവനേക്കാളും വലുതാണ്. അവരെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മായി പൂർണ്ണ മനസ്സോടെ എന്റെ മുഴുവൻ കുടുംബത്തെ സ്വീകരിച്ചത്. മുഴുവൻ കുടുംബം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് മനസ്സിലായില്ലേ? മോഹിനി, എന്തോ? നിന്റെ ശ്രദ്ധയൊക്കെ എവിടെയാണ്? ഞാൻ എപ്പോ പുതിയ രാജാവിനെ പ്രഖ്യാപിക്കും, എപ്പോ വരവേൽക്കണമെന്ന് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നില്ലേ? ചെല്ല്, വേഗം ചെന്ന് ആരതിക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാം. നീ വന്ന് ആരതി എടുത്തതിന് ശേഷം ശരൺ ബണ്ണയ്ക്കും ആ കുടുംബത്തിലുള്ളവർക്കും താമസ സൗകര്യമൊക്കെ നീ തന്നെ ചെയ്യണം. എനിക്ക് അവകാശപ്പെട്ട സന്തോഷങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യിക്കുന്നു. എനിക്ക് എന്റെ തന്നെ കണ്ണ് കിട്ടിയെന്ന് തോന്നുന്നത്. എന്താ ഇത്? ഇവിടെയുള്ള എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലേ ഞാൻ കരുതിയത്. മാത്രമല്ല ഇവിടെ നല്ല ആഘോഷമായിരിക്കുന്നു. പക്ഷെ ഇവരെ കാണുമ്പോ അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. എല്ലാവർക്കും നിന്നോട് ദേഷ്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്രയും വർഷം വേർപിരിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. ഈ സിംഹാസനത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും ഇടം പിടിക്കേണ്ടത് നിന്റെ കടമയാണ്. അത് നീ ചെയ്തേ മതിയാകൂ. നിങ്ങളുടെ അനുഗ്രഹം എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്റേതായിട്ടുള്ള എല്ലാ കടമകളും ഒന്നുവിടാതെ ഞാൻ ചെയ്യും അമ്മായി. ഇതാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ശരിക്കും മുത്തശ്ശി മഹാറാണി ഇങ്ങനെയാണോ? അപ്പ കഥയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അതുപോലെ തന്നെയുണ്ട്. ശരി ശരി, വാ. സിംഹാസനത്തിനടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. കിരീടധാരണത്തിന്റെ ഇൻവിറ്റേഷന് അത് ആവശ്യമുണ്ടാവും. ശരി ശരി. ഇരിക്കും മോനെ. എനിക്ക് മുന്നേ ആയിട്ട് എന്റെ പൂർവികർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. എന്നെ അനുഗ്രഹിച്ചാലും ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പേരിനെയും ഗൗരവത്തെയും ഈ ഞാൻ എന്നും സംരക്ഷിച്ചിരിക്കും. സ്നേഹം, ധൈര്യം, നന്മ, ഈ 3 കാര്യങ്ങളും എന്റെ ജീവനായി ഞാൻ കാണും. വാ ബിഗ് ബണ്ണ, മോനും വന്നേ. മോന്റെയും കൂടി ഒരു ഫോട്ടോ എടുക്കാം. വാ.
പവിത്ര, റോജ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ തനിച്ചായിരിക്കില്ലേ? ഫോട്ടോ എടുത്തോളൂ. മതി മതി മതി, ഒരുപാട് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ധാരാളം ജോലിയുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനിപ്പോ വരാം. ഒന്ന് നിന്നേ, ഫോട്ടോസ് കാണട്ടെ. ഇതും ഇതും പിന്നെ ദാ ഇതും എല്ലാം ഡെലിറ്റ് ചെയ്തേക്കും. ഇനി ബാക്കി എത്ര ഫോട്ടോസ് ഉണ്ടോ അത് വേണം ന്യൂസ് പേപ്പറിലേക്ക് കൊടുക്കാൻ. മനസ്സിലായോ? ഫാമിലി ഫോട്ടോയിൽ ഈ റോജ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. താമസിക്കാൻ പോകുന്ന ഈ റാണിയുടെ അത്രയും തന്നെ സൗന്ദര്യം വേണം ഈ മുറിക്ക്. ശരി മഹാറാണി. എന്റെ കയ്യിൽ നിന്ന് എന്റെ രാജസിംഹാസനം നിങ്ങൾ തട്ടിയെടുത്ത്, പക്ഷേ ഈ മുറി തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കില്ല.